ഇമ്പാക്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ക്യാരക്ടറിനെ പറ്റി എടുത്തു പറയേണ്ടതുണ്ട്, വിച്ച് ഇസ് ബൈജാൻ്റെ ക്യാരക്ടർ പ്ലേഡ് ബൈ നമ്മുടെ സ്വന്തം സജി കുറുപ്പേട്ടൻ. ആൻഡ് ഹൗ വാസ് വർക്കിംഗ് വിത്ത് ഹിം? ജം, ആബ്സലൂട്ട് ജം. സജി ചേട്ടനോട് ആദ്യം ഞാൻ ചോദിച്ചപ്പോൾ, ആദ്യം നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളിൽ ചോദിച്ചപ്പോൾ പുള്ളിക്കപ്പോൾ ജാനകി ജാന എന്ന് പറയുന്ന പടത്തിൻ്റെ ഷൂട്ട് കാരണം ഇതേ സമയത്ത് തന്നെ പുള്ളിക്ക് ഒട്ടും സ്പേസ് ഇല്ല. അപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിട്ടു. പിന്നീട് പല പല ഓപ്ഷൻസിലേക്ക് പോകുമ്പോൾ എനിക്ക് ഇദ്ദേഹത്തിനെ അങ്ങോട്ട് വിടാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാനൊരു കൈവിട്ട കളി കളിച്ചു. പുള്ളി ഒന്നുകൂടി വിളിച്ചു, ചേട്ടാ എന്താണ് ഒരു 3 ദിവസത്തിൽ ഞാൻ ചേട്ടനെ പാക്ക് ചെയ്ത് തരാം, ഇത്രയും സീൻസ് ഇല്ലേ, എങ്ങനെ തീർക്കുന്നത്, അതൊന്നും ചേട്ടൻ ബോധർ ചെയ്യണ്ട, ചേട്ടൻ വന്നു കഴിഞ്ഞാൽ 3 ദിവസം എക്സ്ട്രാ ഒരു ഡേയും ചോദിക്കില്ല ചെയ്യാന്ന് പറഞ്ഞപ്പോൾ അവിടെ പുള്ളി അതിൻ്റെ ഡയറക്ടർ അനീഷ് ഉപാസന അവിടെ നവ്യ നായരുടെ സീൻസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോയിട്ട് വന്ന് പുള്ളിയും പറഞ്ഞു, ഇവിടെ വരുന്നു, പുള്ളിയെ കാണുന്നത് തന്നെ എൻ്റെ സെറ്റിൽ വെച്ചിട്ടാണ്, മുമ്പ് മീറ്റ് ചെയ്തിട്ടില്ല, ഫോൺ ത്രൂ ആണ് കോൺവെർസേഷൻ എല്ലാം പോയത്. വന്നു എന്നറിഞ്ഞപ്പോഴേ ഞാൻ മേക്കപ്പ് മാൻ രതീഷ് പുൽപ്പള്ളിയോട് പറഞ്ഞു, പുള്ളിക്ക് ഞാൻ ഒരു റെഫറൻസ് കൊടുത്തിട്ടുണ്ട്, പോയി തുടങ്ങിക്കോ, ഞാൻ എത്തിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് റെഡിയാണ്, വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെല്ലുന്നു. ഞാൻ ക്യാരവനിൽ ചെന്നിട്ട് കാണുന്നത് സൈജു കുറുപ്പിനെ അല്ല, ആക്ച്വലി ഇലുമിനാറ്റി വിനീഷിനെയാണ്. അതായത് ജാനകി ജാന എന്ന് പറയുന്നത് പടത്തിൻ്റെ സെറ്റിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ ജാനകി ജാനയുടെ ഒരു സ്റ്റില്ലും ഇതിൻ്റെ സ്റ്റില്ലും തമ്മിലൊന്ന് വ്യത്യാസം നോക്കുക, നല്ല ലുക്ക് ഡിഫറൻസ് ഉണ്ട്. പുള്ളി 3 ദിവസം കഴിഞ്ഞിട്ട് നേരെ ആ പടത്തിൻ്റെ സെറ്റിലോട്ടാണ് തിരിച്ചു പോയത്. ഭയങ്കര സുന്ദരനായിട്ട് ഇറക്കുക എന്നുള്ളൊരു സാധനമായിരുന്നു. അതിലൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, ഒരു മോഹൻലാൽ മമ്മൂട്ടി ലെവൽ ഇൻട്രോ കൊടുക്കാനേ നമുക്ക് ഓപ്ഷനുള്ളൂ. സോ അത് വർക്കാവോ ഇല്ലെന്നൊന്നും നോക്കിയില്ല. നമ്മൾ ക്യാരക്ടറിന് കൊടുത്ത ഇൻട്രോ ആണ്, ആക്ടറിന് കൊടുത്ത ഇൻട്രോ അല്ല രണ്ടും. പിന്നെ പുള്ളി ഭയങ്കര പ്രൊഫഷണലാണ്. പുള്ളി ഇതിൻ്റെ ഇടയിൽ ഒരു ദിവസം എന്നോട് ചോദിച്ചു, 2ാമത്തെ ദിവസം എന്തോ പുള്ളിക്കൊരു എമർജൻസി വന്നു, അപ്പോൾ നാളെ ഞാനൊന്ന് 10 മണിയായിട്ട് വന്നാൽ മതിയോ എന്ന് പുള്ളി എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ ആകെ 3 ദിവസമേ ഉള്ളൂ, ടൈറ്റായിട്ട് എല്ലാ സ്റ്റോറി ബോർഡ് എല്ലാ പരിപാടി ആയതുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് 3 ദിവസം കൂടെ തീർക്കാൻ പറ്റും. പക്ഷേ ടൈമിംഗ് ഒന്ന് അങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ അത് ചെറിയ പണിയാണ്. ഞാൻ ചേട്ടാ പറഞ്ഞു, ചേട്ടാ പരമാവധി നേരത്തെ വരുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പുള്ളി വരുന്നു, മേക്കപ്പ് ചെയ്യുന്നു, ഓൺ ടൈമിൽ സെറ്റിലുണ്ടായിരിക്കും, അതിലൊരു ലേറ്റൻസി ഇല്ല. അപ്പോൾ ഞാൻ ഈ പാക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ടാണ് പറഞ്ഞത്. ശരിക്കും ഒരു സീരിയസ് ആയിട്ടൊരു ഫാമിലി എമർജൻസി ആയിരുന്നു പുള്ളിക്ക്. പുള്ളി അത് എന്നെ ഫോഴ്സ് ചെയ്തില്ല, പുള്ളി കൃത്യമായിട്ട് പണിയെടുക്കാൻ വന്നു. അപ്പോൾ മേ ബി അതാരെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ചേട്ടാ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞേനെ. ബട്ട് അതുപോലും പുള്ളി മാറ്റി വെച്ചിട്ട് വരുന്ന അത്രയും പ്രൊഫഷണലാണ് പുള്ളി, അത്രയും എക്സ്ട്രീംലി പുള്ളി നല്ലൊരു എഫേർട്ട് ഇടുന്നുണ്ട് തൻ്റെ പ്രൊഫഷനോട്.